CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടക്കമായി 3 ദിവസം നീളുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഗവർണർക്കെതിരായ കേരള സർക്കാർ നിലപാടും യോഗത്തിൽ ചർച്ച ചെയ്യും. ദേശീയതലത്തിൽ BJPക്കെതിരെ രൂപീകരിച്ച ഇന്ത്യ സഖ്യം പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എത്ര MPമാരെ ജയിപ്പിക്കാം എന്നത് തന്നെയാണ് ഈ യോഗത്തിൻ്റെ പ്രധാന അജണ്ട. ബീഹാറിൽ മഹാസഖ്യം തകർന്ന അവസ്ഥയിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ പ്രസക്തിയുണ്ടോ എന്ന വിഷയമാണ് ഇന്ന് ആരംഭിച്ച CPM കേന്ദ്ര കമ്മിറ്റി യോഗം പ്രധാനമായും വിലയിരുത്തുന്നത്. പിണറായി സർക്കാരും കേരള ഗവർണറും തമ്മിലുള്ള പോരിൽ രാഷ്ട്രീയ നിറം ചേർത്ത തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങാനുള്ള മാർഗങ്ങളാകും CPM പ്രധാനമായും ചർച്ച ചെയ്യുക. പക്ഷേ ഗവർണറെ തിരികെ വിളിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് കൂടുതൽ അബദ്ധമാകുമെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. കേന്ദ്ര കമ്മിറ്റി അംഗമായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളിൽ ഇത് വ്യക്തം. തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും. അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത RSS തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അധ്യക്ഷതയിലാണ് 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചത്. യോഗത്തിൽ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, LDF കൺവീനർ EP ജയരാജൻ, ത്രിപുര മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാർ, ബൃന്ദ കാരാട്ട്, മന്ത്രിമാരായ K രാധാകൃഷ്ണൻ, P രാജീവ്, മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നു. ജനം, തിരുവനന്തപുരം.